അങ്ങനെ കളി കഴിഞ്ഞു. ഇനി സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ നേരിടാനുള്ള സമയമായി. എക്കാലത്തെയും മികച്ച ഫുട്ബോൾ പ്ലെയർ, ഗ്രൗണ്ടിലെ ലെജൻഡ്. പിന്നെ അയ്യോ അദ്ദേഹം ഇതാ എന്റെ മുന്നിലിരുന്ന് ഷൂലേസ് കെട്ടാറല്ലോ. എത്ര പെട്ടെന്നെല്ലാം റിയലായി. ചാത്തായ സ്ഥിതിക്ക് ഞാൻ വെറുതെ വന്നതല്ല എന്ന് അറിയിക്കണമല്ലോ. ഓക്കെ, ക്രിസ്ത്യാനോ ബെറ്റിലുണ്ടോ? 5 മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ വെച്ച് എനിക്കെതിരെ ഗോൾ അടിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നു. വേണമെങ്കിൽ 3 ചാൻസ് വരെ തരാം. ഞാൻ ഗോൾ അടിക്കില്ലെന്നോ? അതെ, നിങ്ങൾക്ക് അടിക്കാൻ പറ്റില്ല. എല്ലാം ബ്ലോക്ക് ചെയ്യുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ എന്റെ ഇത്രയും കാലത്തെ ഫുട്ബോൾ എക്സ്പീരിയൻസ് വെച്ച് ഒരെണ്ണമെങ്കിലും പിടിക്കാൻ പറ്റണേ എന്നായിരുന്നു എന്റെ ഉള്ളിൽ. അദ്ദേഹം ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിക്കോട്ടെ, എന്നാലും ഈ നിമിഷത്തിന് വേണ്ടി ഞാൻ ലൈഫ് മുഴുവൻ ട്രെയിൻ ചെയ്തതാ. അത് മോശമായി പോയി. അല്ല, എന്തായാലും എല്ലാം പിടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലല്ലോ. ഞാൻ ഗ്ലൗസ് പോലും ഇട്ടിട്ടില്ല. 2 എണ്ണം പോലും പറ്റില്ല എന്ന് പറയാം. ജസ്റ്റ് മിസ്സാണ്. 1 ഇഞ്ച് ഗ്യാപ്പിലാ ഗോളായ. പക്ഷെ ഇപ്പോ എനിക്ക് ടെക്നിക്ക് പിടികിട്ടി. ഒരു ഷോട്ട് ബ്ലോക്ക് ആക്കാൻ ചാൻസ് കിട്ടി. കാരണം ക്രിസ്ത്യാനോയുടെ ഫോം നമ്മൾ കണ്ടതല്ലേ. പുള്ളി ലെഫ്റ്റിലേക്ക് മടിക്കുന്നുണ്ട്, റൈറ്റിലോട്ടുമുണ്ട്. അപ്പോ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് വെച്ച് എങ്ങോട്ടാ എയിം ചെയ്യുന്നത് എന്ന് ഊഹിക്കാൻ എനിക്ക് പറ്റി. പിന്നെ അങ്ങോട്ട് ശരിക്കും അതെ. എന്നോട് പറഞ്ഞിട്ട് പോലും കഷ്ടായല്ലോ. ഒന്നുകൂടി വേണോ? വേണ്ട, സത്യത്തിൽ നിങ്ങളെ കാണിക്കാനായി എന്റെ വേറൊരു ഐറ്റം ഉണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റിനെ റൊണാൾഡോയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ടൈമായി. അതും പുള്ളി കൊണ്ടുവന്ന പകുതി പോർച്ചുഗൽ ടീമിന്റെ മുന്നിൽ വെച്ച്. അത്ര വലിയ സീനൊന്നുമല്ല, നിസ്സാരം. ഓക്കെ ക്രിസ്ത്യാനോ, എനിക്കെതിരെ സ്കോർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ ഈ റോബോട്ടിനെതിരെ പറ്റില്ല എന്നാ ഉദ്ദേശിച്ചത്. പിന്നെ ഞാനും എന്റെ റോബോട്ടും കയ്യടി മേടിക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തു. പക്ഷെ ക്രിസ്ത്യാനോ അതൊന്നും അത്ര മൈൻഡ് ചെയ്തതേ ഇല്ല. നല്ല സൈസ് ഉണ്ടല്ലോ. എന്നേക്കാൾ കുറച്ചുകൂടി സൈസ് കാണും. ഇതിന്റെ സ്പീഡ് കാണണോ? ഓക്കെ, ഈ ആൻ നമ്മൾ റെഡിയല്ലേ? കാണിച്ചു കൊടുക്ക്. ഒന്നുകൂടി ചെയ്ത് കാണിക്ക്. ഭയങ്കര സ്പീഡ്. ശരിക്കും അത്ര സ്പീഡ് ഉണ്ടോ? റോബോട്ട് എന്നേക്കാൾ ഭേദമല്ലേ? നോക്കിയാലോ? റൊണാൾഡോ ഫുൾ ഓൺ ആയി. ഇതിവിടെ ഇരിക്കട്ടെ. ഗോളയിൽ നിന്ന് നല്ല ഡിസ്റ്റൻസ് ഇട്ട് തുടങ്ങാനാ ഞാൻ പ്ലാൻ ചെയ്തത്. നല്ല ദൂരെ താഴത്തേക്ക് പോകും. ഓ, ഞാൻ ജസ്റ്റ് വാമപ്പ് ചെയ്തല്ലേ. അപ്പൊ ക്രിസ്ത്യാനോ, നമ്മൾ റെഡിയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ എഞ്ചിനീയറിംഗിന്റെ പവർ റൊണാൾഡോ നേരിട്ട് അറിയാൻ പോവാണ് ഗൈസ്. എന്നാ ഞാൻ ഒന്നുകൂടെ ചുമ്മാ ചെക്ക് ചെയ്യട്ടെ. പക്ഷെ ഫസ്റ്റ് കിക്ക് കൊണ്ട് പുള്ളിക്ക് ഐഡിയ ഒന്നും കിട്ടിയില്ല. ഇപ്പൊ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എന്താ ഇപ്പൊ തോന്നണേ? അതായത് നമ്മളിപ്പോ, എനിക്കറിയില്ല, ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്യട്ടെ. നല്ല സ്പീഡ്. ഫോഴ്സ് കൂട്ടാതെ രക്ഷയില്ല. അപ്പൊ ഈ ഗോളി എന്നേക്കാൾ ബെറ്റർ ആണോ? റൊണാൾഡോ ഫുൾ പവറിൽ തന്നെ ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തു. ഓ, പക്ഷെ ഈ ഫൈറ്റ് വിചാരിച്ചത്ര സിമ്പിൾ അല്ലെന്ന് പുള്ളിക്ക് അപ്പൊ തന്നെ മനസ്സിലായി. എനിക്ക് ഇഷ്ടായി. അതെ, ഇനി കണക്കിന് കിട്ടാൻ പോവല്ലേ. പക്ഷെ സത്യത്തിൽ ശരിക്കും അടി കിട്ടിയത് ടീംമേറ്റ്സിന്റെ ഇടയിൽ റൊണാൾഡോയ്ക്കുള്ള ഇമേജിനായിരുന്നു. നിങ്ങൾക്ക് ട്രൈ ചെയ്യണോ? ഞാനും ഒരു ഷോട്ട് എടുത്തു. ഷോട്ട് എടുത്തോണ്ടേ ഇരുന്ന ഗോൾ ക്ഷീണിച്ചേക്കാം, എനിക്കറിയില്ല. എന്റെ വായ ഒന്ന് പൂട്ടി വെക്കാൻ പുള്ളി മാന്യമായി പറയുന്നവരെ ഞാൻ വെറുപ്പിച്ചോണ്ടേയിരുന്നു. അതവിടെ നല്ലൊരു മുദ്ര തന്നെ പതിപ്പിച്ചു. എന്റെ അമ്മു, അതൊരുത്തന്റെ മൂക്കിന്റെ പാന മുടിച്ചേനെ. റോബോട്ട് അൺബീറ്റബിൾ ആണെന്ന് കണ്ടപ്പോൾ സമാധാനമായി. അല്ലെങ്കിൽ പണി കിട്ടിയേനെ. കാരണം ഷിപ്പിങ്ങിനിടയിൽ റെയിൽ ചെറുതായി ഡാമേജ് ആയിരുന്നു. അതുകൊണ്ട് റൈറ്റ് സൈഡിലേക്കുള്ള ഷോട്ട് ബ്ലോക്ക് ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ അത് വഴിയിൽ വെച്ച് സ്റ്റോപ്പായി പോവാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് അതൊന്നും ഒരു പ്രശ്നമായേ തോന്നിയില്ല. ഇവനെ പോർച്ചുഗീസ് ടീമിലെടുക്കാൻ തോന്നുന്നുണ്ടോ? ഡിയോഗോയേക്കാൾ ബെറ്ററാ. പുള്ളിയുടെ തിയറി ഇതായിരുന്നു: കിക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബോഡി ലാംഗ്വേജ് നോക്കി ക്യാമറ ബോളിന്റെ ഡയറക്ഷൻ ഊഹിക്കുന്നുണ്ട് അത്രേ. അത് ചെക്ക് ചെയ്യാൻ ഒരു സിമ്പിൾ ടെസ്റ്റ് കൂടി നടത്തി. കണ്ടോ? പക്ഷെ പിന്നെ പുള്ളി വേറെ പ്ലാൻ പിടിച്ചു. ഈ ബോളിൽ സെൻസർ ഉണ്ട്. അത് ബോളിന്റെ സെൻസർ കറക്റ്റ് ആയി കാണുന്നുണ്ട്. കാരണം പുള്ളി ട്രാക്ക് മാറ്റി. റോബോട്ടിനെ തോൽപ്പിക്കാൻ നോക്കുന്നതിന് പകരം അതിന്റെ വീക്ക്നെസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയായി പിന്നീടുള്ള കിക്കുകൾ. ഞാനൊന്ന് മാറ്റി പിരിക്കാൻ പോവാണ്. അതിലൊരു ചാൻസ് ഉണ്ടായിരുന്നു. ആ കോണറിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അവിടെ അടിച്ച് കയറ്റാൻ നോക്കണം. അതിവിടെയാ കൊണ്ടേ. ഓക്കെ, എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. ഒന്നുകൂടി നോക്കട്ടെ. അത് തന്നെയാ ചെയ്യാൻ പോണത്. ഓക്കെ, റെഡിയായ പറഞ്ഞു.
ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കുന്ന സ്വപ്നങ്ങളുടെ ഒരു പ്രത്യേകത പറയട്ടെ. ആ ലക്ഷ്യത്തിലേക്കുള്ള മലകയറ്റത്തിനിടയിൽ അപ്രതീക്ഷിതമായി കുറെ ട്വിസ്റ്റുകളും തേടുകളും ഉണ്ടാകും. എന്നാൽ അവസാനം അതൊക്കെയായിരിക്കും നമ്മുടെ ബെസ്റ്റ് മൊമെന്റ്സ്. എന്നാലും സംഭവം വേറെ ലെവല് തന്നെയായിരുന്നു. ഇനിയിപ്പോ ടോപ്പിലെത്തുമ്പോഴുള്ള സീൻ നമ്മൾ പണ്ട് വിചാരിച്ചു വെച്ച പോലെ ഒന്നും ആയിരിക്കില്ല. താങ്ക്സ് മച്ചാനെ, ഒരുപാട് സന്തോഷം. അപ്പൊ എല്ലാവർക്കും വെരി വെരി ഗുഡ് ഈവനിങ്. അതായത് ഇനിയും നമുക്ക് കയറാൻ പറ്റുന്ന വേറെ ലെവൽ മലകൾ വെയിറ്റിംഗ് ആണ്. പക്ഷെ അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ സെറ്റാക്കാം. ഈ നാസക്കാരുടെയൊക്കെ ഒരു കാര്യം.